മലപ്പുറത്തും കാസർഗോഡും കടലാക്രമണം രൂക്ഷമാണ്. പൊന്നാനിയിൽ മാത്രം 5 വീടുകളാണ് കടലെടുത്തത്. വെളിയംകോട്, ഹിളർപ്പള്ളി, പാലപ്പെട്ടി എന്നിവിടങ്ങളിലെ വീടുകളാണ് കടലെടുത്തത്. കാസർഗോഡ് ഉപ്പളയിൽ കടൽക്ഷോഭത്തിൽ വീട് തകർന്നു. പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കടൽഭിത്തി ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്കു കാരണം. മഴ ശക്തമായാൽ പിന്നെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആധിയാണ്. ഏത് നിമിഷവും വീടുകൾ കടലെടുക്കും. രാവിലെ തന്നെ ഇങ്ങനെ കടല് ഇങ്ങനെ ക്ഷോഭം തുടങ്ങിയിരുന്നു. പിന്നെ അത് ഇങ്ങനെ 12 മണിയാകുമ്പോഴേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വന്നു. സാധനങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം മാറ്റി തുടങ്ങിയിരിക്കുന്നു. 12 മണിയാകുമ്പോഴേക്ക് തന്നെ ഏകദേശം പെട്ടെന്ന സംഭവം ഉള്ളത്. കടൽ ഭിത്തിയില്ലാത്തതാണ് വീടുകൾ കടലെടുക്കാൻ കാരണമെന്ന് നാട്ടുകാർ. ഇത് കണ്ടില്ലേ, ഈ വീടുകളൊക്കെ ഇപ്പൊ ഇന്നലെ പോയി. ഇതപ്പോൾ ഒരു വീട് വീടാൻ നിൽക്കുന്നത് അവിടെ. ഇത് മാത്രമല്ല, 20 മീറ്റർ കഴിഞ്ഞാൽ 100 കണക്കിന് വീട്, 100 കണക്കിനല്ല, അതിന് കൂടുതൽ വീടുകൾ 100 കണക്കിന് റോഡ് വരെ പോകും. 25 മീറ്റർ കഴിഞ്ഞാൽ മതി, 100 കണക്കിന് വീടുകൾ പോകാണ്. ഇന്നലെയും ഇന്നുമായി പെയ്ത മഴയിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. പൊന്നാനി ഹിളർപ്പള്ളിയിൽ 5 വീടുകൾ കടലെടുത്തു. വെളിയംകോടും പാലപ്പെട്ടിയിലുമായി 3ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. വെളിയംകോട് തണ്ണിത്തുറ 10 മുറി തീരദേശ ഫിഷറീസ് റോഡും തകർന്നിട്ടുണ്ട്. 2 നാടിനെ ബന്ധിപ്പിച്ചിരുന്ന ഒരു റോഡായിരുന്നു. തീരദേശത്തെ ജനങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമായിട്ടുള്ള റോഡാണ്. ആ റോഡാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ശാശ്വതമായിട്ടുള്ള കടൽഭിത്തിയാണ് നമുക്ക് ആവശ്യം. വേലിയേറ്റം വന്നാൽ കൂടുതൽ വീടുകൾ കടലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ. കടൽക്ഷോഭത്തിൽ വീട് തകർന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനും താമസ സൗകര്യം ഉറപ്പുവരുത്താനും സർക്കാർ ഇടപെടണമെന്നും ആവശ്യമുണ്ട്. റിപ്പോർട്ടർ തിരൂർ.